തുടർച്ചയായി രാജ്യം ഭരിക്കുന്ന ഒരു വമ്പൻ രാഷ്ട്രീയ പാർട്ടി, അവർക്ക് പിന്നിൽ കോടികളുടെ അക്കൗണ്ടുള്ള IT സെല്ലുകൾ, മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ. എന്നാൽ അവരെയെല്ലാം നിറപ്പിച്ചു വെറും 5 ദിവസം കൊണ്ട് 1.5 കോടി യുവാക്കൾ ഒന്നിച്ചു ഒരു കുടക്കീഴിൽ അണിനിരന്നു. ക്രോക്കോച്ച് ജനതാ പാർട്ടി അഥവാ CJP. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് വെറുമൊരു മീം പേജ് അല്ല. രാജ്യം നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ, യുവാക്കൾക്ക് ജോലി ഇല്ലാതാകുമ്പോൾ, അതിസമ്പന്നർ മാത്രം കോടീശ്വരന്മാരാകുമ്പോൾ, ഈ നാട്ടിലെ ഭരണകൂടത്തോടും സിസ്റ്റത്തോടും ഇന്ത്യൻ യുവാക്കൾ നടത്തുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ യുദ്ധമാണിത്. നമ്മൾ ചർച്ച ചെയ്യുന്നത് CJP എന്ന പ്രതിഭാസത്തെ മാത്രമല്ല, അതിന് പിന്നിലെ കൈപ്പേറിയ ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെ കൂടിയാണ്. എന്താണ് ഈ ക്രോക്കോച്ച് മൂവ്മെന്റിന്റെ ഉത്ഭവം? കഥ തുടങ്ങുന്നത് രാജ്യത്തെ പരമോന്നത കോടതിയിൽ നിന്നാണ്. സുപ്രീം കോടതിയിലെ ഒരു വാദത്തിനിടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു പരാമർശം നടത്തിയുണ്ടായി. തൊഴിലില്ലാത്ത ചില യുവാക്കൾ പാറ്റകളെ പോലെ സോഷ്യൽ മീഡിയയിലും ആക്ടിവിസത്തിലും ഇറങ്ങി സ്ഥാപനങ്ങളെ വ്യക്തിഗതം ചെയ്യാൻ നോക്കുന്നു. തങ്ങൾ വ്യാജ ബിരുദക്കാരെയാണ് ഉദ്ദേശിച്ചെന്ന് കോടതി പിന്നീട് വിശദീകരിച്ചെങ്കിലും കഠിനമായി പഠിച്ചിട്ടും പരീക്ഷാ ക്രമക്കേടുകൾ, NIT പോലുള്ള വിവാദങ്ങൾ കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും തോറ്റുപോയ ഇന്ത്യൻ യുവാക്കളുടെ നെഞ്ചിലേക്കാണ് ആ പാറ്റവിളി തറച്ചത്. ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ പാറ്റകളാകുകയാണോ എന്ന അമർഷം സോഷ്യൽ മീഡിയയിൽ പുകഞ്ഞു. മെയ് 16-ന് ഈ അമർഷത്തെ വളരെ ബുദ്ധിപരമായി ഒരു ആക്ഷേപഹാസ്യ പ്രതിരോധമാക്കി മാറ്റിക്കൊണ്ട് ക്രോക്കോച്ച് ജനതാ പാർട്ടി ജനിച്ചു. നിങ്ങൾ ഞങ്ങളെ പാറ്റകൾ എന്ന് വിളിച്ചാൽ ഞങ്ങൾ ആ പേര് അഭിമാനത്തോടെ സ്വീകരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച യുവാക്കൾ ആ പേജ് ഏറ്റെടുത്തു. BJPയുടെ ഒഫീഷ്യൽ പേജിനേക്കാൾ വേഗത്തിലാണ് CJP ഫോളോവേഴ്സിനെ വാരിക്കൂട്ടിയത്. സമൂഹത്തിലെ വളരെ പ്രശസ്തരായ സെലിബ്രിറ്റീസ്, സാമൂഹിക പ്രവർത്തകർ എല്ലാവരും ഈ പേജിനെ പിന്തുണച്ച് മുന്നോട്ട് വന്നു. CJP എന്ന സംഘടന ഇത്രയും വേഗത്തിൽ വളരാൻ കാരണം യുവാക്കളുടെ ഉള്ളിലെ നിരാശയാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ആ നിരാശ? BJP സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രാജ്യം വലിയ പ്രതീക്ഷയിലായിരുന്നു. കള്ളപ്പണം മുഴുവൻ പിടിച്ചെടുക്കുമെന്നായിരുന്നു ഏറ്റവും വലിയ വാഗ്ദാനം. എന്നാൽ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും കള്ളപ്പണം പിടിച്ചോ? ഇല്ലെന്ന് മാത്രമല്ല, രാജ്യത്ത് ഹവാല ഇടപാടുകൾ ഇന്ന് യാതൊരു ഭയവുമില്ലാതെ തകൃതിയായി നടക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കള്ളപ്പണം ഇല്ലാതാക്കാൻ എന്ന പേരിൽ കൊണ്ടുവന്ന നോട്ട് നിരോധനം ഓർമ്മയുണ്ടോ? അർദ്ധരാത്രിയിൽ എടുത്ത ആ ഒറ്റ തീരുമാനം കൊണ്ട് എത്രയോ സാധാരണക്കാരാണ് സ്വന്തം പണം മാറാൻ ക്യൂവിൽ നിന്ന് ചത്തുവീണത്. എത്രയോ ചെറുകിട ബിസിനസ്സുകൾ തകർന്നുപോയി. ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇന്നും ദാരിദ്ര്യം ദയനീയമായി തുടരുകയാണ്. ദാരിദ്ര്യം മാറ്റാൻ കൊണ്ടുവന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഒടുവിൽ സാധാരണക്കാരന്റെ നെഞ്ചത്താണ് അടിച്ചത്. ഈ രാജ്യത്ത് വലിയൊരു സാമ്പത്തിക അസമത്വം നിലനിൽക്കുന്നുണ്ട്. സാധാരണക്കാരൻ ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ രാജ്യത്തെ അതിസമ്പന്നർ വീണ്ടും സമ്പന്നരായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ചില കണക്കുകൾ നോക്കാം. അമിത്ഷായുടെ മകൻ ജയ്ഷയുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ സമ്പാദ്യം ഈ കുറഞ്ഞ കാലയളവിൽ എത്രയോ മടങ്ങാണ് വർദ്ധിച്ചത്. അതുപോലെ തന്നെ ഗൗതം അദാനി ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് കുതിച്ചുയർന്നു. വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും തുടങ്ങി രാജ്യത്തിന്റെ പ്രധാന സ്വത്തുക്കളെല്ലാം കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് ഒതുങ്ങിയാണ്. മറുഭാഗത്ത് നമ്മുടെ യുവാക്കളുടെ അവസ്ഥ എന്താണ്? വർഷം തോറും കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ ഇന്ന് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഡിഗ്രിയും ബിരുദാനന്തര ബിരുദവും എടുത്ത യുവാക്കൾ ഒരു പ്യൂൺ തസ്തികയിലേക്ക് പോലും ലക്ഷക്കണക്കിന് അപേക്ഷകളുമായി ക്യൂ നിൽക്കുകയാണ്. സാധാരണക്കാരൻ വീഴുമ്പോൾ കോർപ്പറേറ്റുകൾ മാത്രം വളരാൻ ഈ സിസ്റ്റത്തിനെതിരെയാണ് CJP വിരൽ ചൂണ്ടുന്നത്. ഒരു വശത്ത് ജോലിയില്ല, വരുമാനമില്ല, മറുവശത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില ആകാശത്തോളമാണ്. BJP ഭരണം തുടങ്ങുന്നതിന് മുമ്പ് പെട്രോളിന്റെയും ഡീസലിന്റെ വില എത്രയായിരുന്നു? ഇന്ന് അത് ഇരട്ടിയായി വർദ്ധിച്ചു കഴിഞ്ഞു. അസംസ്കൃത എണ്ണയുടെ അന്താരാഷ്ട്ര വില കുറയുമ്പോൾ പോലും അതിന്റെ ഗുണം സാധാരണക്കാരന് നൽകാതെ നികുതി ചുമത്തി ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. പെട്രോൾ വില കൂടുമ്പോൾ വിപണിയിലെ എല്ലാ സാധനങ്ങൾക്കും വില കൂടും. ഒരു സാധാരണ ഇന്ത്യൻ കുടുംബത്തിന്റെ ബജറ്റ് പൂർണ്ണമായി തകർന്നുപോയ കാലഘട്ടമാണിത്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. തൊഴിലില്ലായ്മയെക്കുറിച്ചോ വിലക്കയറ്റത്തെക്കുറിച്ചോ തകർന്ന സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചോ ചോദിക്കുമ്പോൾ ഭരണകൂടത്തിന് മറുപടിയില്ല. വികസനം പറഞ്ഞ് വോട്ട് ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇലക്ഷൻ വരുമ്പോൾ BJP ജയിക്കാൻ ഉപയോഗിക്കുന്ന ഏക ഇന്ധനം എന്താണ്? അത് വർഗീയതയാണ്, ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കലാണ്. അവർ കൃത്യമായി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നു. ഒരു ഭാഗത്ത് മുസ്ലിങ്ങളെ രാജ്യത്തിന്റെ ശത്രുക്കളായി ചിത്രീകരിച്ച് ഭൂരിപക്ഷ വോട്ടുകൾ ഒന്നിപ്പിക്കാൻ നോക്കുന്നു. മറുഭാഗത്ത് ക്രിസ്ത്യൻ മതപരിവർത്തനം എന്നാരോപിച്ച് സഭകളെയും വിശ്വാസികളെയും ദ്രോഹിച്ച് ഇതേ വിദ്വേഷ രാഷ്ട്രീയം പയറ്റുന്നു. രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ ഇതിന്റെ ഭാഗമാണ്. ജനങ്ങളെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ തല്ലിച്ച് അധികാരം നിലനിർത്താൻ നോക്കുന്ന ഈ രാഷ്ട്രീയ തന്ത്രത്തെയാണ് ജൻസി യുവാക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അവർ മീമുകളുടെയും ആക്ഷേപഹാസ്യത്തിലൂടെയും ഈ വർഗീയ കോട്ടകളെ തകർക്കുകയാണ്. തങ്ങളെ ചോദ്യം ചെയ്യുന്ന ഈ കൂട്ടായ്മയെ തകർക്കാൻ ഭരണകൂടവും അവരുടെ IT സെല്ലും ഇപ്പോൾ കഠിനമായി ശ്രമിക്കുന്നുണ്ട്. CJPയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മാസ് റിപ്പോർട്ടിങ്ങിലൂടെ മരവിപ്പിക്കാൻ നീക്കങ്ങൾ നടക്കുന്നു. അതിലുപരിയായി ഈ പേജിനെ പിന്തുണയ്ക്കുന്ന യുവാക്കൾക്ക് നേരെ
തൊഴിലില്ലാത്ത കൂതറകൾ, രാജ്യദ്രോഹികൾ എന്ന് വിളിച്ച് കടുത്ത സൈബർ ബുള്ളിംഗ് നടത്തുന്നു. പോരാത്തതിന് ഇതിന് പിന്നിൽ വിദേശ ഫണ്ട് ആണെന്ന് വരെ ക്യാപ്സൂളുകൾ ഇറക്കിക്കഴിഞ്ഞു. സ്വന്തം ഫോണിൽ റീചാർജ് ചെയ്യാൻ പോലും പണമില്ലാത്ത യുവാക്കളുടെ അക്കൗണ്ടിലേക്കാണ് ഈ വിദേശ ഫണ്ട് ആരോപണം വരുന്നത്. എന്നാൽ ജെൻസി തോറ്റുകൊടുക്കാൻ തയ്യാറല്ല. നിങ്ങൾ എത്ര ചവിട്ടിയാലും ചാവാത്ത ഒരേ ഒരു ജീവിയേ ഉള്ളൂ, അത് പാറ്റയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, ഡൽഹിയിലെ മലിനമായി കിടക്കുന്ന യമുന നദി വൃത്തിയാക്കാൻ പാറ്റകളുടെ വേഷം ധരിച്ചാണ് അവർ എത്തിയത്. സിസ്റ്റം വൃത്തിയാക്കാൻ പാറ്റകൾ തെരുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ക്രോക്രൂട്ട് ജനതാ പാർട്ടി എന്നത് വെറുമൊരു തമാശയല്ല, അത് രാജ്യത്തെ യുവാക്കളുടെ ഉള്ളിലെ കത്തുന്ന അമർഷത്തിന്റെ പ്രതീകമാണ്. മതത്തിന്റെ പേരിൽ മനുഷ്യനെ വിഭജിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം നിലനിൽക്കൊള്ളുന്ന ഈ സിസ്റ്റത്തിന് നേരെ യുവാക്കൾ തൊടുത്ത മൂർച്ചയേറിയ അമ്പാണ് CJP.